Good evening all and welcome to Grand Magical Circus powered by Kandam Kulatti Kunguma Chandanadi Fairness Oil and Amrita Bindu. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് കാട്ടാക്കട നിന്നും കുറച്ച് ചുള്ളന്മാരും ചുള്ളത്തിമാരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് സ്വാഗതം. ഇനി നമ്മുടെ വിശിഷ്ട അതിഥികളാണ്. അതെ, സൗന്ദര്യത്തിന്റെ നിറകുടങ്ങൾ എന്ന് പറയട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. കാരണം കലേഷേട്ടന് അവരെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ഞാൻ പറയട്ടെ, ഇവര് വന്നതിന് ശേഷം നമുക്ക് ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് തന്നെ ഇനിയിപ്പം ആക്ടേഴ്സ് വരുമ്പോഴും ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ, ആണുങ്ങളെന്ന് വിളിക്കേണ്ട കാര്യമില്ല. കണ്ട, ഇപ്പൊ മനസ്സിലായില്ലേ ആളുടെ എന്താണ് ഇന്ന് എനർജിയുടെ ഒരു കാര്യം എന്താണ്? ഇന്നലെ എനർജി ഉണ്ടായിരുന്ന എന്റെ കാരണം അവിടെ കുറെ ആൺകുട്ടികൾ ഇരിക്കുന്നു. അവരോട് ചോദിച്ചു നോക്ക്, നായികമാര് വന്നാ പോരെ? മതിയോ? നായികമാര് മതി. നമ്മള് ഗേൾസ് വിട്ടുകൊടുക്കരുത്, നമുക്ക് ഹീറോസ് വരണ്ടേ? വേണം. കണ്ടോ ശ്രുത, നമുക്ക് സമയമില്ല, ഒരുപാട് പെർഫോമേഴ്സ് വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ സെലിബ്രിറ്റി വിളിക്ക്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഇവിടെ തയ്യാറാണ്. ആണോ? അവർ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോ തന്നെ അടുത്ത എപ്പോഴാണെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരെ സ്വാഗതം ചെയ്യണ്ടേ? യെസ്, നമുക്ക് സ്വാഗതം ചെയ്യാം ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ഗസ്റ്റുകളെ പാർവതി നമ്പ്യാർ ആൻഡ് ഷംന കാസിം. വേദിയിലേക്ക് വീണ്ടും സ്വാഗതം. എന്താണ്, ഇന്ന് നിങ്ങൾ റെഡി അല്ലേ? ഇന്നുമുണ്ട് മാജിക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഘടയോഗ ഉണ്ട്, പിന്നെ സാൽസ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഹോട്ട് സീറ്റിലേക്ക് ഇരുന്ന് അതൊക്കെ എൻജോയ് ചെയ്താലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. മനോഹരൻ കുറ്റ്യാട്ടൂർ, അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഘടയോഗ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അദ്ദേഹം, സാധാരണ പ്രേക്ഷകർ എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് എന്താണ് ഘടയോഗ അല്ലെങ്കിൽ ഘടയോഗി എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. യോഗ എന്താണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഒരു ഘടയോഗിയാണ്. ഇവിടെ വന്ന് പെർഫോം ചെയ്ത് എന്താണ് ഘടയോഗ എന്ന് നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെയൊക്കെ കണ്ണുകൾ തള്ളി വന്നു. അതെ, തീർച്ചയായും നമ്മുടെ കണ്ണുകൾ ഒരുപക്ഷെ ഇനിയും തള്ളാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പുതിയ ആക്ടിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. Are you ready?
നോർമലി ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓടിച്ചാടിയ വരാറ്. ഇതെനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ശരീരമൊക്കെ ഇങ്ങനെ തളർന്നു പോയി. ഞാൻ എന്താ ഒന്നാമത് ഞാൻ പകുതി ഞാൻ നോക്കിയില്ല. കാരണം വെച്ചാൽ എനിക്കിത് നോക്കാനുള്ള ഒരു ഗട്ട്സ്. ഇത് അത്രയും ഷാർപ്പായത് കണ്ടോ. സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നോർമലി നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അറിയാം, ഇപ്പൊ ഫിഷ് കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, എന്തെങ്കിലും ഒന്ന് ഇവിടെ ആയി കഴിഞ്ഞാൽ നമുക്ക് അല്ലേ വളരെ ബുദ്ധിമുട്ടാണ്. മീനിന്റെ ഒരു ചെറിയ മുള്ളു കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഭൂലോക പ്രശ്നം ഉണ്ടാക്കും. അപ്പോഴാണ് ഇത്രയും ലെങ്ത് ഉള്ള ഒരു സംഭവം. കലേശയുടെ നമ്മളിപ്പോ മാജിക് കാണുന്നു, പക്ഷെ ഇതൊരു മാജിക്കല് മാളിറക്കാൻ. പക്ഷെ അതിനകത്തൊരു രഹസ്യമുണ്ട്. പക്ഷെ ഇതിനകത്തൊരു എന്താ പറയാ, നമ്മുടെ മനസ്സും I want to come. ഏതെങ്കിലും ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചേഞ്ചസ് ആണോ, എങ്ങനെയാണ് ഭക്ഷണമാണോ? ഇല്ല, എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കും. നോൺ വെജും വെജും ഒക്കെ കഴിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് അതെല്ലാം ആവശ്യമാണ്. പക്ഷേ നമ്മൾ അതിന് ഒരു മിതമായ ഒരു കൺട്രോളിലാണ് അത് കഴിക്കേണ്ടത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് മാത്രമേ അറിയൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്കത് അത് ഉൾക്കൊണ്ടിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അത് കഴിക്കാൻ വേണ്ടി. അതാണ്. പാർവതി ഒന്നും പറയാനില്ല സാർ. അത്ഭുതം തോന്നുന്നുണ്ട്. ആ ഒരു പ്രാക്ടീസിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും കാണുന്നത്. ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു കലയോട് അല്ലെങ്കിൽ ആ ഒരു യോഗ എത്ര കാലം പ്രാക്ടീസ് ചെയ്ത് അതിനുവേണ്ടി ശ്രമിക്കലും അതിനു വേണ്ടി ജീവിതം ശരിക്കും ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. അല്ല, പുള്ളിയുടെ ആസ്മ മാറി. അതാണ് എത്രയെങ്കിലും കാലം മുമ്പ് ആസ്മ മാറി അല്ലേ. അതെ, തീർച്ചയായിട്ടും. അതൊരു ശില്പി കൂടിയാണ്. 2009 ഏറ്റവും നല്ല ഹാൻഡ് വർക്കിനുള്ള നാഷണൽ വിന്നറുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത്ഭുതം. അത് ഭയങ്കരമായിട്ട് എനിക്കെല്ലാം ശരിക്കും അത്ഭുതമാണ്. അതും ഞാൻ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ പോയി അഭ്യസിച്ചതല്ല. ഒഴിവ് ടൈം എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയിൽ വേരുകളിലാണ് ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഒരു ചെറിയൊരു മ്യൂസിയം എൻ്റെ സ്വന്തമായിട്ടുണ്ട്. അത് കുട്ടികൾക്ക് കുറച്ച് പ്രാധാന്യത്തോടുകൂടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും സാറ് ഇങ്ങനെ റെക്കോർഡുകളൊക്കെ നേടുമ്പോൾ ശരിക്കും ഇവിടെ നിന്നാണ് എന്ന് പറയും നമുക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇങ്ങനൊരു ആളെ കാണാൻ സാധിച്ചതിലും വലിയ സന്തോഷം സാർ. താങ്ക് യു. കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും ആരും വലിയവരായാലും ഒരിക്കലും ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യരുത്. ആസ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കുട്ടികൾ ആരും ട്രൈ ചെയ്യരുത്. കാരണം ഇദ്ദേഹം ഒരുപാട് വർഷത്തെ പ്രയത്നവും യോഗയൊക്കെ കൊണ്ട് അങ്ങനെ സിദ്ധിച്ച ഒരു കഴിവാണ്. അപ്പോൾ ദയവേത് കുട്ടികൾ ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യരുത്. അപ്പോൾ സാർ വീണ്ടും വരിക. ഒരുപാട് നന്ദി. This is Grand Magical Circus powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. എന്റെ മൂന്നാമത്തെ ഭാര്യയുടെ മോച്ചായുണ്ട്. 3 കല്യാണം കഴിച്ചോ? ഇല്ല, 2 കഴിച്ചുള്ളൂ. അപ്പൊ മൂന്നാമത്തെ Please slowly raise your both hands up just like this. Let it go.
This is Grand Magical Circus. Powered by Kandam Kulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. ഹലോ 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 ഹലോ. ആ എത്തി 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 എങ്ങോട്ട് മുന്നോട്ട് ആ ആ ഇടത്ത് ഓ ഒരു സ്റ്റെപ്പ് ആ ഓക്കെ ഇടത്ത് മാറി ഓ ഓക്കെ ഓക്കെ ആ ആ ആ ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ സ്വാമി പറഞ്ഞോളൂ ഇപ്പം നിൽക്കുന്നിടത്ത് വലുത് കാലി ചവിട്ടി വെക്കുന്നത് ഓക്കെ സ്വാമി ചേട്ടാ ചേട്ടാ എന്താ സംഭവം ഇത്? എന്റെ ഒരു സാധനം ഇന്നത്തുണ്ട് അത് നീ എടുക്കാൻ വേണ്ടിയായിരുന്നു ഇത് നമ്മുടെ ഫ്ലോർ അല്ലേ? നിങ്ങളുടെ ഫ്ലോർ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എൻ്റെ ഒരു വീട്ടിലെ ഒരു സാധനം ഇവിടെ ഉണ്ട് അത് പിടിച്ചെടുത്തിട്ട് ഞാൻ മൂടി തരാം ഞാൻ അങ്ങ് പോയേക്കാം അല്ല, ഇതങ്ങനെ ഇത് പറ്റില്ല. ഇതൊക്കെ നമ്മള് അയ്യോ നിങ്ങൾ ഇങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എനിക്കത് കുടിച്ചെടുത്തേ പറ്റൂ നിങ്ങളാരാ? ആരാ മനസ്സിലായില്ല. ഞാൻ പിന്നെ മേലെടുത്ത തറവാടിലെ മൂത്ത ഒരു കാരണവരാണ് ഞാൻ മേലയുടെ തറവാട്ടിലെ കാരണവരാണ്. അത് മുതിർന്ന കാരണവരാണ് ഞാൻ ആണോ? ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉന്നതിയിൽ നിന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കാലക്രമേണ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ക്ഷയിച്ചു. ഞങ്ങളെ മൊത്തം ആയിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ പിന്നെ കുടുംബത്തിന്റെ സങ്കടം പറയാനായിട്ട് അത് പ്രശ്നം വെച്ച് നോക്കാനായിട്ട് ഞാൻ സ്വാമി എടുത്ത് ചെന്നു. സ്വാമി എടുത്ത് പറഞ്ഞു. സ്വാമി പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും, നിങ്ങൾ തറവാട്ട് കുഴിച്ച് ചെല്ലുമ്പോൾ ഒരു നിധി കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിധി കുഴിച്ചെടുക്കാനായിട്ട് വന്നതാണ്. അത് നിങ്ങളുടെ തറവാട് കുഴിച്ചാ പോരെ, ഇവിടെ എന്തിനാ കുഴിക്കുന്നേ? അയ്യോ അവിടെ കുടിച്ചിട്ടിപ്പോ ഞാൻ കുടിച്ചു വന്നപ്പോഴേ പെട്ടെന്ന് നിധി കാണുന്നില്ല. അപ്പോൾ ഞാൻ സ്വാമിയെ വിളിച്ചു. സ്വാമി വിളിച്ചപ്പോൾ സ്വാമി പറഞ്ഞു അത് ചലനം സംഭവിച്ചതാണ്, അപ്പം നിങ്ങൾ അത് മാറി കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കുറച്ച് മാറി കുടിച്ചു. അവിടെ ഞാൻ 6 മാസം കൊണ്ട് കുടിച്ചു നിൽക്കുകയാണ്. എന്റെ പൊന്നെ, അപ്പൊ വലിയ കുഴിയായി കാണുമല്ലോ. അതെ അതെ, ഭയങ്കര കുഴിയായി. ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കാര് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് ഒരു ടൈപ്പ് ആയി ആയോ? അവരോട് ടൈപ്പായി. അവർക്ക് ഇനി കുടലിൽ ഇറക്കിയാൽ മതിയല്ലോ. ഞാൻ കുടിച്ചു. അപ്പോൾ ഞാൻ അതിപ്പോൾ അങ്ങനെ മാറി വന്നപ്പോൾ സ്വാമി വിളിച്ചപ്പോൾ സ്വാമി ഇപ്പോൾ പറഞ്ഞു പ്രശ്നം വെച്ച് ഇപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കുഴിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എടുക്കാം, എനിക്ക് എങ്ങനെ പോകാം, ഞാൻ അങ്ങ് മൂടിത്തരാം. അതെ, നിങ്ങൾ ഇവിടെ നിന്ന് പോവാമോ? ഞങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളതാ. ഇവിടെ കുഴി എടുക്കാനൊന്നും പറ്റില്ല. ഇതെന്താ ചോദിക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ എന്താ കുട്ടി ചൂടായ എനിക്കൊന്നും പറയാനൊക്കെ ഇല്ല. എന്റെ 3ാമത്തെ ഭാര്യയുടെ മോച്ചായുണ്ട്. 3 കല്യാണം കഴിച്ചോ? ഇല്ല, 2 കഴിച്ചുള്ളൂ. അപ്പൊ 3ാമത്തെ 2 ഭാര്യമാര് വീട്ടിലുണ്ടോ? ഇല്ല. പിന്നെ ആദ്യത്തെ എൻ്റെ ഭാര്യയെ ദൈവം വിളിച്ചു, അവള് പോയി. 2ാമത്തേനെ ഡ്രൈവർ വിളിച്ചു, അവള് പോയി. പിന്നെ പക്ഷെ 3ാമത്തേനെ ഞാൻ പൊന്നു പോലെ നോക്കാം. അത് ഈ കുട്ടിക്ക് ഞാൻ വാക്ക് തരാം. എനിക്കെന്തിനാ വാക്ക്? ആദ്യം ഒരു വാക്ക് തരാം, പിന്നെ ആ ബാക്കി പിടിച്ച് അയ്യടാ, വാക്കി പിടിച്ച് കയറാൻ പറ്റൊരു രൂപം. എന്തായാലും ഞാനൊന്ന് കുടിച്ചോട്ടെ, ഞാൻ എടുത്തോട്ടെ. അത് പറ്റൂല. അത് പറ്റില്ലെന്ന് പറയാൻ എന്ന് വെച്ചാൽ ഈ സർക്കസിന്റെ മോലാളി എന്ന് പറഞ്ഞാൽ സിൽജോ മോലാളിയാണല്ലോ. ആ സിൽജോ മോലാളി പറയാതെ ഇവിടെ കുഴിക്കാൻ പറ്റൂല. എന്റെ സാധനം എന്റെ തറവാട്ടിലെ സാധനമാണ്. അത് എനിക്ക് ഇവിടെ കുടിച്ചെടുത്ത സാധനമല്ലേ. അങ്ങനെ ഇപ്പൊ ഇവിടെ അതിന്റെ ഓണർ ആരാ? ഈ സർക്കസിന്റെ മുതലാളിയല്ലേ? അതെങ്ങനെ നിങ്ങളുടെ ആവും? അങ്ങനെ സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും. കുട്ടി വീട് എവിടെയാണ്? ആലുവ. ഇത് കഴിഞ്ഞിട്ട് എവിടെ പോകും? തിരിച്ച് ആലുവയ്ക്ക് പോകും. എന്താ വീട്ടിൽ പോകുന്നത്? അവിടെയല്ലേ നീ? അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്റെ സാധനം ഇവിടെ വന്ന് തിരിച്ച് എന്റെ വീട്ടിൽ വരണ്ടേ? ഇവിടുത്തെ പറഞ്ഞാൽ മതിയോ? അതുകൊണ്ടാണ് കുടിക്കുന്നത്. സ്വാമി പറഞ്ഞാലാണ്, അച്ചിട്ടാണ്. ആരാ ഈ സ്വാമി അറിയില്ലേ? ഇല്ല. ഇത്രയും പ്രസിദ്ധനായ ആളിനെ അറിയില്ലേ? ഇല്ല. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയത്തില്ലേ? ആ ഇല്ലത്തെ സ്വാമിയാണ് അദ്ദേഹം ഇപ്പൊ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരണമെങ്കിൽ കോട്ടയം വഴിയേ വരൂ. കൊല്ലത്തെ ടച്ച് ചെയ്യില്ല. ചിലപ്പോ ഇല്ലം വിടേണ്ടി വന്നാലും. അതുകൊണ്ട് സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പറഞ്ഞ വാക്ക് കറക്റ്റ് ആണ്. അതെ. അപ്പൊ ഞാനൊന്ന് കുടിച്ചോട്ടെ? അല്ല, അതെ, പത്തേ പറഞ്ഞ സമയമില്ല. ഇവിടെ കുഴിച്ച പറ്റൂല. കാരണം വേണ്ട, കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യാം, ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇത് കുടിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്വാമിയായിട്ട് വരാം. അപ്പൊ നിങ്ങൾ സമ്മതിക്കുമല്ലോ? സ്വാമിയായിട്ട് ഞാൻ വരും. അപ്പൊ നിങ്ങൾ സമ്മതിക്കും. അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അത് ആരെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആണോ? 3ാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര വയസ്സുള്ള അമ്മാവനാ വന്നത്, എന്നിട്ട് 3ാമത്തെ ഭാര്യയുടെ ലുക്കാന്നാ പറയുന്നത്. എനിക്കും തോന്നി പുള്ളിയുടെ 3ാമത്തെ ഭാര്യയുടെ ലുക്കാണെന്ന്. എന്തായാലും നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ കുഴിയിൽ ഞാൻ കലേശേടനം കൂടി ഇട്ട് മൂടും. ഞാൻ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. സ്വാമി, എന്തോ ഒരു സ്വാമിയുടെ അവസ്ഥ അറിയാലോ.
ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എത്താൻ പോകുന്ന ഒരു മാജിക്കാണ്. യെസ്, സാധാരണ നമ്മൾ പറയാറുണ്ട് വല്ലഭന് പുല്ലും വില്ലാകും. വല്ലഭന് പുല്ലും ആയുധം എന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് സെയിം തന്നെയാണ്. നമ്മൾ തെക്കോട്ട് പറയുമ്പോഴത്തേക്ക് Okay. പുല്ലും വില്ലാകും എന്ന് പറയും, അങ്ങോട്ട് ആയുധമാവും എന്ന് പറയും. Okay. രണ്ടും എന്തായാലും ഒന്ന് തന്നെ. ആ. ഈ പുല്ലെടുത്തിട്ട് ആയുധമാക്കിയിട്ട് യുദ്ധം ചെയ്യും. ഇവിടെ വരുന്ന സൂരജ്, മജീഷ്യൻ സൂരജ് ആണ്. അദ്ദേഹം എന്ത് മാജിക് ചെയ്താലും അത് സ്പെഷ്യൽ ആയിട്ടേ ചെയ്യും. അതെ, അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹം ഒരു എന്താ പറയാ കിടിലം മാജിക് ഒക്കെ ഇവിടെ പെർഫോം ചെയ്ത് എല്ലാവരുടെയും മനസ്സൊക്കെ കവർന്നു പോയ ഒരു കിടിലം മജീഷ്യൻ ആണ്. അതെ, Yes. ഭാഷ ഒരു തടവെ സ്വന്ന 100 തടവെ സ്വന്ന മാതിരി എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം ഒരു മാജിക് ഒരു തടവെ ചെയ്താൽ അത് 100 തടവെ ചെയ്ത മാതിരി. അതെ, സ്വാഗതം ചെന്നൈ സൂരജ്. please welcome Suraj sir from Chennai. This is Grand Magical Circus powered by Kandamkulati Kunguma Chandanadi Fairness Oil and Amrita Bindu. Hello, everybody. The next magic is called the Chinese linking rings. Here it is. If you see any magician performing this in Tamil Nadu, I can proudly say they are my students. If they are not my students, they are students via my students. Even they are elder than me. And I converted these rings into a small bangle size and started doing it for walk-around magic, where you can see magicians performing table to table in restaurants or street magic version on televisions. And I am the first Indian magician who did that successfully, and I got award for that in 2002 at All India Magic Convention. Audience, நீங்கள் வளர கையடி கொடுத்த எனக்கு പക്ഷേ ഈ ഡയലോഗ് ഇംഗ്ലീഷിൽ എഴുതി പഠിച്ച് സംസാരിക്കുന്ന എவ்வளோ കഷ്ടമാണ് எனக்கு தான் தெரியும். And you are going to witness the same Chinese linking rings with me and one young man from here. Can you please join with me here? Yes, you, please. Please give him a big round of applause. What's your name? Nashib. Nashib. Okay, once again, a big round of applause to Nashib. So friends, Nashib is here. Nashib, are you scared? Pediya irukka? Koncho. Pedikanda. This magic is really going to be fun, okay? For them. So friends, I want everybody to just count along with me that how many rings are here with this Chinese linking rings, okay? Here we go. 1. When I say everybody, that means everybody, even people in the home. Yeah. Please count along with me. Yeah. 1, 2, 3, 4, 5, 6. God bless your teachers. It's ring number 1 and 2 and 3. Please hold these 3 rings with both hands, like driving a car. Excellent. Don't move. Don't move like this or move your fingers. If you move, you will change into a rabbit. I'll take you home. Now, can anybody tell me what is the name of this magic? Chinese linking ring. Who said Chinese fried rice? Chinese linking rings. But now I call it in a different name. 3 rings of a man's life. I tell you what. Engagement ring, wedding ring, and suffering. Very solid metal rings. And this is what we call in magic, solid through solid. Don't blink your eyes. Otherwise, you will miss this. Wow. There is no gap on either rings. Even these 2 rings, they can dance just like this. And they slowly come apart like that. Ring number 1 and 2. Here we go for the third one. 1, 2, and all 3 rings together. Now 3 rings simultaneously off. Wow. Now in slow motion. And you take 3 days. Wow. Now I am going to need help of one of the audience. We have a madam here. Please hold this ring like this. Excellent. Okay. Please hold it like Nashib, just like this. Up. Excellent. Here we go. Watch. 1,
2. Let it go. Witring it. Witring it. Leave it. Please give her a big round of applause. At this moment, some of you may think, even our wonderful audience at home, we know this magic. அங்க இந்த இடிக்கும் போது அங்க வந்து ஒரு கேப் இருக்கு, அது உள்ள போன உடனே ஆட்டோமேட்டிக்கா க்ளோஸ். See, 2 people here. It's not like that. And another thing, this is not magnet, otherwise it will stick together, doesn't move freely like this. Just for your clarification, this time I'm not going to hit it. I just keep them together and I make a twist. And dear friends, it linked. And this is the moment you have to clap actually. Now we have 3 rings. One by one. Here we go. And this is my favorite part. Please don't blink. Otherwise you will miss this. Okay, Najib, just give me any one ring out of those 3. Any one, please. Try with your left hand. Try with your other left hand. Give him a big round of applause. He did a magic for us. Naseeb! Oh my goodness. Naseeb! You have to teach me how you did it. See? Now you are getting many fans today. Okay, hold this 2 for me, please. And give me those 3. And dear friends, we are going to use these 4 rings with some music, please. Handbag. Mickey Mouse. Here we go. 1, 2. This is your left hand. This is your right. Don't move your hand, just stay still. Look at my eyes. Concentrate.
Please slowly raise your both hands up just like this. Let it go. Please come here. Take it over. ദേവി. സ്വാമി, എന്തോ ഒരു സ്വാമിയുടെ അവസ്ഥ അറിയാലോ. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. പവർഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃത ബിന്ദു. അടുത്തതായി ഞാനും ശ്രുതയും ചേർന്ന് ഒരു സാൽസ ഡാൻസ് കളിക്കാൻ പോവാം. അയ്യോ, എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു നേരത്തെ. പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് കളിക്കാം. വേണോ? അല്ല, ശരിക്കും ആരാണ് പെർഫോം ചെയ്യാൻ വരാൻ പോകുന്നത്? അമിതും സാക്ഷിയാണ് സാൽസ ഡാൻസുമായിട്ട് വരാൻ പോകുന്നത്. Let's welcome Amit and Sakshi from Goa. This is Grand Magical Circus powered by Kandam Kulati Kunguma Chandanadi Fairness Oil and Amrita Bindu. Amit and Sakshi. Yes. എന്താ കലേശടാ, എന്താ പറയാ? I've never seen anything like this. You guys are just terrific. എന്താ പറയാ ഈ പെർഫോമൻസിന് അസ്റ്റോണിഷിംഗ് വാക്കുകൾ കിട്ടുന്നില്ല. ഭീകരരാണിവർ, കൊടും ഭീകരാണ്. ഷംന പറയും, എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. ഞാൻ എന്ത് പറയാനാ? എനിക്ക് സാക്ഷി കേറിയ വിധമില്ലേ, ഇപ്പോഴും എന്റെ കണ്ണിൽ എന്തോ
ഇങ്ങനെ നമുക്കൊരു മിന്നൽ പോലെയൊക്കെ കേറില്ലേ. ഇപ്പൊ നമ്മളൊക്കെ കേറുകയാണെങ്കിൽ ബോയ്സ് ഇരിക്കോ, ഒരു മിനിറ്റ് ചെരുപ്പ് വെക്കട്ടെ, കാല് നീട്ടിട്ട് ഇല്ല നേരാൻ വേണ്ടി ഇരിക്കും. ഇതെങ്ങനെയാണെന്നറിയോ? ഷീ ജസ്റ്റ് കെപ്റ്റ് ഡു 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 ഡു. Sakshi, seriously saying I have not seen such beautiful salsa in my life. Seriously. Thank you. How flexible you are, man. Come on. ഇതൊക്കെ ഉണ്ടോ അല്ലേ? നമ്മളെ പോലെ ശരീരത്തെ ഇല്ലൊക്കെ ഉണ്ടാവോ? Full cartilage bone ആണെന്ന് തോന്നുന്നു. മറ്റേ The real twist and your expressions. Yeah, true. It was hot. Yeah. It was hot and it was hot. And Amit, your style and your look, I'm actually I don't know your age, but I'm falling in love with you, man. നേരത്തെ എന്നെ പഴി പറഞ്ഞ എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നമുക്ക് ഇവർക്ക് എന്താ പറയാനുള്ളതെന്നും കൂടെ അതെ, കേൾക്കാം. അതെ. Actually we want to hear from How long have you been practicing working together? Yeah, We are dancing last 3 years together. 3 years together. Oh, okay. Okay, who is your teacher? I mean, Our teacher is Abhishek Soman. He's from Goa itself. he's here. No. He's from Goa. So your dance school name, it's in Goa? Yes, we Okay. have a Salsa Goa group, and also we do with the Extremas Dance Academy. Okay, okay. Parvati. Too good. It's Thank you, ma'am. lovely. No. 3 good. In Malayalam, a colloquial word is there, like a colloquial statement, term. പൊളിച്ചടിക്ക് പണ്ടാരടങ്ങി. It's a kind of, dhamakadar performance. We'll say like that, right? In Malayalam, we say പൊളിച്ചടിക്ക് പണ്ടാരടങ്ങി. Thank you, ma'am. Thank you so much. That's all I have to say. Keep it up, yeah. Yes. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. Powered by Kandam Kulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. Powered by Kandam Kulati Kunkuma Chandanadi Fairness Oil and Amrita Bindu. ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന് മാറിക്കേ. ഇപ്പൊ നിങ്ങൾ ഞെട്ടും കണ്ടാണോ? എന്താ സംഭവം? എന്താ സംഭവം? എന്റെ നിധി ഇവിടെ കിടക്കല്ലേ? ഈ വീണ്ടും കുഴിക്കാൻ പോണോ? പിന്നല്ല, എന്റെ നിധി ഇവിടെ എനിക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റൂ? നിങ്ങൾ എന്താ മുമ്പ് പറഞ്ഞത്? ഞാൻ മുമ്പ് വന്നപ്പോ എന്താണ് പറഞ്ഞത്? നിധി വിടില്ല, എനിക്ക് വട്ടാണെന്നല്ലേ? നിധി ഇവിടെ ഇല്ലെന്നേ നമ്മൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് വട്ടാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അത് സ്വയം അത് വേറൊരാള് പറഞ്ഞതാണ്. അത് വേറൊരാള് പറഞ്ഞതാണ്. പക്ഷെ എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് നിധി എടുക്കാൻ പോയാണ്. നമ്മൾ ഞെട്ടിക്കുന്ന നമ്മുടെ സ്വാമി വന്നിട്ടുണ്ട്. സ്വാമി വിളിക്കാം. സ്വാമി, നിങ്ങൾ ഞെട്ടി കണ്ട അത്ഭുതങ്ങൾ കണ്ട സ്വാമി. ഇവിടെ ഒരു ചാനലിന്റെ പരിപാടി നടക്കുകയാണല്ലേ? ദൈവമേ, എന്തൊരു സിദ്ധി കണ്ടില്ലേ? അയ്യോ, എന്തൊരു ജ്ഞാനം കണ്ടില്ലേ? പറയൂ സ്വാമി. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് അതെ. powered by കുങ്കുമത്തേതാതി ചന്ദന തൈലം ആൻഡ് മധുരം ജീവാമൃത ബിന്ദു. കണ്ടില്ലേ? ദൈവദൃഷ്ടി കണ്ടില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് സ്വാമി ഇതെങ്ങനെ സാധിക്കുന്നു സ്വാമി? ഇത് എവിടെ ദിവ്യദൃഷ്ടികളൊക്കെ? ദിവ്യദൃഷ്ടിയോ? അപ്പടാവി ഈ പരിപാടി ഞാൻ എല്ലാ ദിവസവും കാണുന്ന. ഇങ്ങനെ പറ സ്വാമി. ഇത് കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണാറുണ്ട്. നല്ല പരിപാടിയായിട്ട്. അയ്യോ, ഗംഭീരമായ പരിപാടിയാണ്. ഞാൻ ദിവസവും കാണാറുണ്ട്. പിന്നെ നിങ്ങളുടെ വിളിച്ചു പറച്ചിൽ അതും നന്നായിട്ടുണ്ട്. ആങ്കറിംഗ്. അതിന് ആങ്കറിംഗ് എന്നാ പറയാ? ആങ്കറിംഗ് എന്നാ പറയാ. അങ്ങനെയാണല്ലേ? പിന്നെ അത് മാത്രമല്ല, ദാ ആ ഷോക്കേഴ്സിൽ ഇരിക്കുന്ന ജോക്കേഴ്സിലെ കോമാളികൾ, അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറഞ്ഞ? കോമാളികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. കോമാളികളോ? ഞങ്ങള് കോമാളികളൊന്നുമല്ല, ഞങ്ങൾ ഓർക്കസ്ട്രക്കാരാ. ഓട്ടോറിക്ഷക്കാരോ? ഓട്ടം കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നേ. പോയി വീട്ടിൽ പട്ടിണിയാകാതെ പോയി 2-10 ഓട്ടം ഓടാവേ. ഇത് ആരോട് പറയും? ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരല്ല, ഓർക്കസ്ട്ര. അത് നേരത്തെ പറയണ്ടേ? അയ്യോ സ്വാമി, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? എന്നോട് ചോദിക്കുന്നു. നമുക്ക് നിധി എടുക്കണ്ടേ? ഓ, നിധി എടുക്കാൻ നാം പറഞ്ഞു തന്ന ഭാഗം കുഴിക്കൂ. എവിടെ കുഴിക്കണം? ഞാൻ പറഞ്ഞു തന്ന ഭാഗം കുഴിക്കൂ. പറഞ്ഞു തന്ന ഭാഗം ഒന്നും പറഞ്ഞില്ല അല്ലേ? പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ വെറ്റിലയും മഷിയും എടുക്കൂ. മഷി എടുക്കാവോ? ഒരു മഷിനോട്ടൊക്കെ ഉണ്ടോ? മഷിനോട്ടൊന്നുമില്ല. പിന്നെ
വെറ്റില എനിക്ക് ചവയ്ക്കാനും മഷി എന്റെ പേനായി നടക്കുന്നു. മുഖം നോക്കി ഭാവി പറയോ? നിന്റെ മുഖം നോക്കിയോ? ആ, നിന്റെ മുഖം നോക്കി നല്ല തെറി പറയാനാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചു. കുട്ടിയുടെ കൈ നീട്ടിയാൽ ഞാൻ ഫലം പറയാം. കൈ നോക്കിയൊക്കെ പറയാൻ അറിയോ? പിന്നെ ആണോ? ഏത് കൈയാ വേണ്ടേ? ഇടത് കൈ നീട്ടു. വലതേ കൈ. രണ്ട് കൈ നീട്ടു. ദേവി. സ്വാമി, എന്തോ? ഒരു സ്വാമിയുടെ അവസ്ഥ അറിയാലോ. അതെ, നിങ്ങൾ ഇവിടെ കളിച്ചോണ്ടിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നിട്ട് സംസാരിക്കുക. കാരണം ഇപ്പൊ പരിപാടി ഉള്ളതാ ഇവിടെ. അഹങ്കാരം, അതെ ധിക്കാരം, അതെ, ഊളത്തരം. മാറിക്കങ്ങോട്ട്. എടാ, നിനക്കറിയാമോ, കാക്കയെ കോഴിയാക്കാനും പട്ടിയെ ആടാക്കാനും എനിക്ക് സാധിക്കും. എങ്ങനെ എങ്ങനെ പറഞ്ഞു കൊടുക്കണ. അത് സ്വാമിയുടെ ഹോട്ടലിൽ പോയി ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ മനസ്സിലാവും കാക്ക എങ്ങനെയാ ചിക്കൻ ആയെന്ന്. അപ്പൊ മട്ടനോ? ഇനി അത് ഞങ്ങൾ തെളിച്ച് പറയുമായിരിക്കും അത് പട്ടിയാണെന്ന്. അത് മാത്രമല്ല, മനുഷ്യനെ ഉരങ്ങനും ചിമ്പാൻസിയും ആക്കാനും എനിക്ക് സാധിക്കും. സ്വാമി, അങ്ങനെയാണെങ്കിൽ കലേശേട്ടനെ ഒന്ന് ചിമ്പാൻസിയാക്കി മാറ്റാൻ പറ്റുമോ? ഈ മുഖം ആ അല്ലേ? ആ. സാധ്യമല്ല. അയ്യോ, എന്താ? വേണമെങ്കിൽ ഇവനെ ഒരു മനുഷ്യനാക്കി തരാം. കുട്ടിയെ ഒരു സ്ത്രീയും പിന്നെ ദേഷ്യം വരത്തില്ലയോ? സ്വാമിയായാലും ദേഷ്യം വരാതിരിക്കും. സ്വാമി, താത്തിട്ടു. ഇത് പറഞ്ഞുകൊണ്ട് നിന്നാ മതി. എന്റെ നിധി എടുക്കണ്ടേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യുന്നത്? എന്തിനാ വന്നത് ഇവിടെ? ഞാൻ എന്തിനാണ് വന്നത്? നിധി എടുക്കാനല്ലേ? നിധി എടുക്കും. ഇനി ഞാൻ വല്ലതും പറഞ്ഞു. എന്റെ പ്രോപ്പർട്ടീസ് കൊണ്ടുവരൂ. കൊണ്ടുവരൂ. പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരൂ. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. നാം നോക്കട്ടെ. നോക്കൂ. ആ, അവലുണ്ട്, മലരുണ്ട്, എള്ളുണ്ട്. എള്ളുണ്ട്? എള്ളുണ്ട് അല്ല, എള്ളുണ്ട്. പനിനീരും ഉണ്ട്. അതല്ല, മിക്സാണ്, മിക്സാണ്, മിക്സാണ്. മാറ്റം, മാറ്റം. നാളികേരം എടുക്കൂ. നാളികേരം. നാളികേരത്തിന് ഇവിടെ അതിനകത്തുണ്ട്. കേരളത്തിൽ നിന്നാണോടാ നാളികേരത്ത് തെണ്ടി നടക്കുന്നത് പട്ടി? മാറി നിൽക്കൂ. അമ്മ തള്ളി നിന്നു. തേങ്ങ വെടലയാണല്ലോ. ഭൂതയ്ക്കതൊരു വിഷയമല്ലല്ലോ. നാം കാണുന്നു. കാണുന്നെങ്കിൽ പറഞ്ഞതാ, ഞാൻ കുഴിക്കട്ടെ. ഓക്കേ, ഇവിടുന്ന് കിഴക്ക് ഭാഗത്തേക്ക് 5 അടി അങ്ങോട്ട് നടന്നോളൂ. കിഴക്കെവിടെ? സൂര്യൻ ഉദിക്കുന്നിടം എവിടം അവിടെ കിഴക്ക. കിഴക്കേ? കിഴക്കയല്ല, ചൊരക്ക. വെട്ടിയിടി, ഞാൻ പറഞ്ഞേക്കാം. എടാ, അവിടെ കിഴക്കാന്നാ പറഞ്ഞത്. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ്? അത് കിഴക്ക്. അപ്പൊ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നിടം. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ്? എന്റെ നെഞ്ചത്ത്. നിന്നോട് 100 തവണ ഞാൻ പറഞ്ഞില്ലടാ അത് കിഴക്കാ കിഴക്കാന്ന്. അതെ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു കാര്യം ചെയ്യും. ഊഹത്തിൽ പറയൂ. ഇവിടുന്ന് ഈ നൃത്തം കളിക്കുന്നല്ലോ ഒന്നും മുഴി. ഞാൻ ദിശ കണ്ടുപിടിക്കട്ടെ സഹോദര. പറയൂ. അറക്കുന്നതിന് മുമ്പ് കിടന്ന് പിടയ്ക്കാതെ. ഇല്ല. ഇവിടുന്ന് 5 അടി അങ്ങോട്ട് നടന്നോളൂ. നേരെ നടന്നോളൂ. അങ്ങോട്ടോ? അങ്ങോട്ട്. ഇതൊക്കെ ഒരു സ്വാമിക്ക് പക്ഷേ ഭാഷയാ. അങ്ങോട്ട് കിഴക്കെന്ന് ഞാൻ 100 തവണ പറഞ്ഞു. അത് മനസ്സിലാകാത്ത പിന്നെ ഞാൻ എന്ത് ചെയ്ത് തരണം നിനക്ക്? ആയുധമെടുത്ത് പോയി കുഴിച്ചോളൂ. 1 ആ 2 3 4 5 കുഴിക്കവിടെ. കുഴിച്ചോട്ടെ. കുഴിച്ചാട്ടെ. എല്ലാരും ഒന്ന് അറിഞ്ഞ് മാറി നിൽക്കും. ഈ കന്നാസും കടലാസും ഒക്കെ ഒന്ന് തള്ളി നിൽക്കേ. എന്താ 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 ഒന്ന് കുഴിച്ചോട്ടെ. അല്ലല്ലോ നടക്കുന്നില്ല. എന്താ എവിടെ കുഴിക്കാൻ? എന്റെ നിധി ഇവിടെ ഉണ്ടെന്ന് പറയും സ്വാമി. എനിക്കത് കുഴിച്ചേ പറ്റൂ. ഇയാളെ നിധിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങൾ ഓർക്കസ്ട്ര വായിക്കുന്നത്. എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. എനിക്ക് കുഴിച്ചേ പറ്റൂ. ഇയാൾ നിങ്ങൾ സംസാരിച്ചിരിക്കാൻ സാമാന്യം മാറി ഇവിടെ കുഴിച്ച് കഴിഞ്ഞാൽ പിടിക്കരുതെന്നാ പറഞ്ഞത്. സ്വാമി സമ്മതിക്കുന്നില്ല. സ്വാമി സമ്മതിക്കുന്നില്ല. പിന്നെ നീ എന്തിനാണ് കിടന്ന് പിടിച്ചോണ്ടാകുന്നത്? ജീവൻ ആപത്ത് സംഭവിക്കാതെ ഇങ്ങി പോരെ. സ്വാമി പിന്നെ എന്തിനാണ് നമ്മൾ വന്നത്? നീ അവിടെ കുഴിച്ചു നോക്കടാ. അവല്ലേ പറയുന്നത് കുടിക്കാൻ സമ്മതിക്കുന്നെന്ന്. കുഴിക്കാൻ പറ്റത്തില്ല. അഹങ്കാരം മാറ്റി കൊടുക്കൂ സ്വാമി. ശത്രുക്കൾ അങ്ങനെ ഒരുപാടുണ്ടാകും. നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. കുഴിക്കൂ. ഒരു സ്വാമി രക്ഷിക്കൂ സ്വാമി. കുമ്പള് തൊട്ടി തല വെച്ചാണ്. എന്താ കാണിക്കുന്നത്? അല്ലേ ആ നൂഡിൽസ് ഒന്നും പൊഴിഞ്ഞ് താഴെ വീടല്ലേ? ഇങ്ങോട്ട് വേണം. നിന്നെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. മുതിർന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കോ. അവിടെ ഒരു നല്ല കർമ്മം നടക്കുകയല്ലേ? അതിനിടയ്ക്ക് ബഹളം ഉണ്ടാക്കാൻ പാടുണ്ടോ? കേട്ടോ? കരാട്ടക്കാരനാ? അയ്യ,
അയ്യോ സ്വാമി കുഴിക്കട്ടെ സ്വാമി? ഇനി കുഴിക്കണ്ട. എന്താ സ്വാമി? നിധിക്ക് സ്ഥാനചലനം സംഭവിച്ചിരിക്കുന്നു. ആ നിധി ഭൂമിയുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി അത് എന്ന് വരും? ഞാനത് പൊക്കിയെടുക്കും. പക്ഷെ എനിക്ക് സകല സമയം തരണം. തരാം സ്വാമി. വന്നോളൂ. എന്റെ നിധി പോയിന് സ്വാമി എന്തിനാ ഞങ്ങളെ പിടികൊള്ളുന്നത്? വെളിയിൽ ചെന്നിട്ട് പറഞ്ഞു തരാം രഹസ്യമായിട്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ അവസാന ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. യെസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ് അല്ലേ കലശേടാ? അതെ. ഇനി നമുക്ക് എനിക്ക് എന്താണ് ഒരു സങ്കടം എന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരിമാരായ 2 സെലിബ്രിറ്റീസ്. അതെ, നമ്മുടെ കഴിഞ്ഞ 2 എപ്പിസോഡിലും ഇന്നത്തെ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു 2 എന്താ പറയാ അടിപൊളി ഹീറോയിൻസ്, എന്താ പറയാ ഡാൻസേഴ്സ്, ഷംനയും പാർവതിയും. അപ്പൊ അവര് ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയുന്നതോടുകൂടി ഇവിടുന്ന് ടാറ്റ പറഞ്ഞു പോവാണ്. അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്നാലും അവരെ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ? ഒന്ന് വരുമോ ജസ്റ്റ്? ഷംന ആൻഡ് പാർവതി, നിങ്ങൾ നമ്മുടെ കൂടെ ഇന്നലെ എപ്പിസോഡിലുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാറായി. നമ്മുടെ കൂടെ ഒരുപാട് മാജിക്, അതുപോലെ തന്നെ സാൽസ, ഘടയോഗ, അങ്ങനെ കുറേ പെർഫോമൻസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മുടെ കൂടെ എൻജോയ് ചെയ്തു. അവർക്കൊക്കെ നല്ല കമൻസ് കൊടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നല്ല എക്സ്പീരിയൻസ്. കാരണം ഞാൻ എന്താ പറയുക, ഓരോന്നും കാണുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ട്രിക്സ് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റി. എൻ്റർടൈനിങ് ആയിരുന്നു. ഒരുപാട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റി. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്, എന്നാൽ ഇത്രയും റിസ്ക് എടുക്കാനും പറ്റുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റി. സെയിം തിങ് പാറു പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, നമ്മളിങ്ങനെ പാട്ട് മാത്രമൊന്നുമല്ല കണ്ടുകൊണ്ടിരുന്നത്, ഒരു വെറൈറ്റി ഓഫ് ഇതാണ്. ആൻഡ് ഇപ്പം ഘടയോഗ അതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല. സോ അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയ ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ ഈ ഫ്ലോറിൽ. അതുപോലെ സാൽസ ഇസ് ലൈക്ക് ഒരിക്കലും എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് കണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ട് കാണുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്നതിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. സോ അതൊക്കെ കാണാൻ പറ്റി. ഇറ്റ് വാസ് വെരി നൈസ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് മാജിക്. പിന്നെ പറയാതെ ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ടൊരു മാജിക് കാണുന്നത്. അതും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടേബിളിൻ്റെ കൂടെ ഡാൻസ് ചെയ്തത്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ആൻഡ് ഐ ഫീൽ റിയലി ബാഡ് ബിക്കോസ് ഇവിടെ വിട്ട് പോകുന്നു പറയുമ്പോൾ എന്നിങ്ങനെ ഒരു ദിവസം ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം, സ്കൂളിൽ പോകണം, ആ ഒരു അവസ്ഥയാണ് എനിക്ക്. ബിക്കോസ് എല്ലാവരെയും മിസ് ചെയ്യാൻ പോകണ്ടേ, എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഇത്രയും ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ നിങ്ങൾ ഒരുമിച്ച് വരില്ലേ? ഒരു വാക്ക് തന്നിട്ട് പോണം. നമ്മൾ എന്തായാലും വരും. ഞങ്ങൾ പറഞ്ഞില്ല, അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് പ്രോമിസ്. ചിലപ്പോ നിങ്ങൾ രണ്ടുപേരും ഔട്ട് ആക്കിയിട്ട് നമ്മളായിരിക്കും ഇങ്ങനെ വെൽക്കം ടു ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. ബാക്കിയൊക്കെ ശ്രുത പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തു. This is Grand Magical Circus powered by കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി, ഫെയർനെസ് ഓയിൽ ആൻഡ് അമൃതബിന്ദു. അപ്പം നമ്മളോടൊപ്പം എല്ലാത്തിനും നമ്മളോടൊപ്പം നിന്ന 2 താരങ്ങൾ, വിണ്ണിലെ താരങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. ശ്രുത, ഇനി പാർട്ടി ടൈം. कुछ भी पल्ले हो गई तू, पल्ले पल्ले हो जाएगी, पल्ले पल्ले
ഇനി വിളക്കട്ടെ ഇനി വിളക്കട്ടെ ഇനി വിളയുണ്ടോ ഇനി വിളയുണ്ടോ വെയിറ്റ് വെയിറ്റ് ഇനി വിളയുണ്ടോ حبيبي يا نور العين يا ساكن خيالي عاشق بقالي سنين ولا غيرك ببالي എന്നാലും എനിക്ക് സന്തോഷമായി ഏട്ടാ. എന്താണ് നീ സന്തോഷിക്കുന്നത് ഞാൻ തന്ന കാശ് കൊണ്ട് എന്റെ ചേട്ടൻ ഗൾഫിൽ പോയി കോടീശ്വരനായല്ലോ. 3 പൊറോട്ടയും ഒരു ഹാഫ് എല്ലുകറിയും തിന്നപ്പോ നീ തന്ന കാശങ്ങ് തീർന്നു. തീർത്തോ? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളെ 3 പേരെ വിശ്വസിച്ചിട്ടാണ്.